തൈപ്പൂയം ആഘോഷിക്കുന്നതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. യുദ്ധസമയത്ത് ശ്രീമുരുകൻ്റെ മാതാവായ പാർവതീദേവി നൽകിയ വേൽ എന്ന ആയുധം ഉപയോഗിച്ചാണ് ശ്രീമുരുകൻ ശൂരപത്മനെ രണ്ടായി പിളർന്നത്. ഈ രണ്ട് ഭാഗങ്ങളിൽ ഒന്ന് മാവായും പിന്നീട് മയിലായും പൂവൻകോഴിയായും രൂപാന്തരപ്പെട്ടു. മുരുകൻ മയിലിനെ മലയായി സ്വീകരിച്ചു, പൂവൻകോഴിയെ കൊടിയായി സ്വീകരിച്ചു. മുരുകൻ ശൂരപത്മനെ ജയിച്ചതിൻ്റെ സ്മരണയ്ക്കായാണ് ഈ തൈപ്പൂയ മഹോത്സവം ആഘോഷിക്കുന്നത്. ഉത്സവത്തിൽ കാവടിയാട്ടത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ആത്മീയ കടം സന്തുലിതമാക്കുന്നതിനുള്ള ഒരു ഉപാധിയായി ഭാരം വഹിക്കുന്ന ഒരു ആചാരമായാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത്. കാവടി എന്നാൽ തമിഴ് ഭാഷയിൽ ഭാരം എന്നാകുന്നു. കാവടി ചുമക്കുന്നതിലൂടെ ഭക്തർ മുരുകനോട് സഹായത്തിനായി അഭ്യർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. സഹായമോ രോഗശാന്തിയോ ആവശ്യമുള്ള പ്രിയപ്പെട്ട ഒരാളുടെ പേരിലും ആരാധകർ പലപ്പോഴും ഇങ്ങനെ കാവടിയാട്ടം നടത്താറുണ്ട്. ഒന്നോ അതിലധികമോ പാത്രം പശുവിൻ പാൽ വഴിപാടായും കൊടുക്കുന്നുണ്ട്. ഇതിന് പാൽക്കാവടി എന്നാണ് പറയാറ്. അല്ലെങ്കിൽ കരിമ്പ്, ഇളം തേങ്ങ, പൂക്കൾ എന്നിവ പോലുള്ള മറ്റു വസ്തുക്കളും ഭഗവാനായി അർപ്പിക്കുന്നു. മയിൽപ്പീലി കൊണ്ട് അലങ്കരിച്ച 2 മീറ്റർ വരെ ഉയരവും 30 കിലോഗ്രാം വരെ ഭാരവുമുള്ള വേൽക്കാവടി ചുമക്കുന്നതാണ് ഏറ്റവും തീവ്രവും ഗംഭീരവുമായ ആചാരം. തൊലി, നാവ് അല്ലെങ്കിൽ കവിൾ ഭാഗങ്ങൾ വേൽ, ശൂലം, പതാക ഇവ ഉപയോഗിച്ച് തുളച്ച് നേർച്ച നടത്താറുണ്ട്. എന്നാൽ ഇത് നിയമപ്രകാരം നിരോധിച്ചിരിക്കുന്നതിനാൽ ഈ സമ്പ്രദായങ്ങൾ പരിമിതമായാണ് ഇപ്പോൾ നടത്തപ്പെടുന്നത്. തുളയ്ക്കുന്ന ഭാഗങ്ങളിൽ വിഭൂതി ലേപനമായി പുരട്ടിയാണ് ഭക്തർ ആശ്വാസം കണ്ടെത്തുന്നത്. അതവരുടെ വിശ്വാസമാണ്. താളമേളങ്ങളും ഹരഹരോ എന്ന ശ്ലോകങ്ങളും ഭക്തരെ ഒരു മയക്കത്തിലേക്ക് കടക്കുവാൻ ഇത് സഹായിക്കുന്നുമുണ്ട്. സസ്യാഹാരം പിന്തുടരണം, ബ്രഹ്മചര്യം പാലിക്കണം, ഉപവാസം നോക്കണം. അവർ നഗ്നപാദങ്ങളുമായി തീർത്ഥാടനം നടത്തുകയും ഈ ഭാരങ്ങൾ താങ്ങി പാതയിൽ നൃത്തം ചെയ്ത് നീങ്ങുകയും ചെയ്യുന്നു. ഇത് ഉൾക്കാഴ്ചയുടെയും വിവേകത്തിൻ്റെയും ദിവസമാണ്. ബുദ്ധിക്കും അറിവിനും വേണ്ടിയുള്ള പ്രാർത്ഥനാ ദിനമായാണ് ഈ ദിവസം ആചരിക്കുന്നത്. ജീവിതത്തിന് ശാന്തിയും സമാധാനവും നൽകുന്നു. കുടുംബാംഗങ്ങളുമായുള്ള ബന്ധത്തിൽ ബുദ്ധിമുട്ടുള്ളവർക്ക് തടസ്സങ്ങൾ മറികടക്കാൻ കഴിയും. കുടുംബവുമായി വീണ്ടും ഒന്നിക്കാൻ ശ്രീമുരുകൻ അവരെ സഹായിക്കുകയും ചെയ്യുന്നു. ചൊവ്വാഴ്ച മുരുകനെ ആരാധിക്കുന്നത് ഗുണങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും ചൊവ്വയുമായി ബന്ധപ്പെട്ട ദോഷഫലങ്ങളിൽ നിന്ന് ഭക്തരെ സംരക്ഷിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. യുദ്ധത്തിൻ്റെയും വിജയത്തിൻ്റെയും ദേവനായാണ് മുരുകനെ ആരാധിക്കുന്നത്. ശക്തിയും ധൈര്യവും തങ്ങളുടെ ഉദ്യമങ്ങളിൽ വിജയവും തേടി ഭക്തർ ചൊവ്വാഴ്ചകളിൽ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. മുരുക ഭഗവാന് 6 മുഖങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ആറുമുഖനെന്ന് വിളിക്കുന്നതും. ശ്രീമുരുകൻ്റെ മന്ത്രമായ ശരവണഭവയിലും 6 ലെറ്റേഴ്സാണ് ഉള്ളത്. ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാനങ്ങൾ 6ആണ്. ആന്തരിക മതവിശ്വാസങ്ങളും 6 തന്നെയാണ്. ബാഹ്യമതവിശ്വാസങ്ങളും 6, പാതകൾ 6ആണ്. അങ്ങനെ 6 എന്ന സംഖ്യ മുരുകൻ്റെ പല അടിസ്ഥാന വശങ്ങളെയും സൂചിപ്പിക്കുന്നുണ്ട്. ശ്രീമുരുകൻ്റെ മൂലമന്ത്രം ഓം ശരവണ ഭവായ നമ എന്നാകുന്നു. അർത്ഥം ഇങ്ങനെയാണ്: സുബ്രഹ്മണ്യ ഭഗവാന് ആരാധനകൾ, എൻ്റെ നമസ്കാരം എന്നിങ്ങനെയാകുന്നു. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ശ്രീ സുബ്രഹ്മണ്യ അഷ്ടോത്തര ശതനാമാവലി പ്രാർത്ഥിക്കുന്നതും ഐശ്വര്യം കൈവരുത്തും.